വെൽക്കം ടു എപ്പിസോഡ് 5 ഓഫ് ക്രോഷ്യ ബേസിക്സ്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഫൗണ്ടേഷൻ ചെയിന്റെ മേലെ സിംഗിൾ ക്രോഷ്യ ചെയ്യാന്നുള്ളത് പഠിക്കാട്ടോ. ഇതിൽ വി ഷേപ്പിൽ കാണുന്ന ഓരോ സ്റ്റിച്ചസും ഓരോ ഫൗണ്ടേഷൻ സ്റ്റിച്ചസ് ആണ്. മുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് സ്റ്റിച്ച്, ഇത് സെക്കൻഡ് സ്റ്റിച്ച്. ഫസ്റ്റ് സ്റ്റിച്ചിൽ ലൂപ്പ് ഇരിക്കുന്നത് കാരണം നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിലാണ് സിംഗിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെക്കൻഡ് സ്റ്റിച്ചിന്റെ അകത്തേക്ക് ഹൂക്ക് പാസ് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യാം. അപ്പൊ നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഇനി യാൺ ഓവർ ചെയ്ത് 2ന്റെ അകത്ത് കൂടെ പുൾ ത്രൂ ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ ഒരു സിംഗിൾ ക്രോഷ്യ കിട്ടും. ഇതുപോലെ നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ അടുത്ത സ്റ്റിച്ചിന്റെ അകത്തൂടെ പാസ് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക, ആ ഒരു ലൂപ്പ് കൂടെ പുൾ ത്രൂ ചെയ്യുക. അപ്പൊ 2 ലൂപ്പ് കിട്ടും. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിന്റെ അകത്ത് കൂടെ പുൾ ത്രൂ ചെയ്യുക. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോഴും 2 യാൺ ഓവറും 2 പുൾ ത്രൂവും വരും. അതിൽ ആദ്യത്തെ പുൾ ത്രൂ ഒരൊറ്റ ലൂപ്പിന്റെ അകത്ത് കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പുൾ ത്രൂ 2 ലൂപ്പിന്റെയും അകത്തുകൂടെയാണ് പാസ് ചെയ്യുന്നത്. ഈ വലുതായ ഹോള് പോലെ കാണുന്ന സംഭവം നമ്മൾ ഓൾറെഡി സിംഗിൾ ക്രോഷ്യ ചെയ്ത ഫൗണ്ടേഷൻ ചെയിനാണ്. അതിന്റെ തൊട്ടടുത്തുള്ള ചെയിനിലാണ് നമ്മൾ അടുത്ത സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്ന ഹോള് നല്ല വലുതായിട്ടാണ് തോന്നുക. അതിന്റെ തൊട്ടടുത്തുള്ളതിലാണ് നമ്മൾ അടുത്ത് ചെയ്യുക. പറയുന്നത് കൺഫ്യൂഷൻ ആവുന്നുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.